ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രീമി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പിയിൽ ക്രീമോ വൈറ്റ് സോസോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റി പാസ്ത ഉണ്ടാക്കാൻ നമുക്ക് നോക്കി നോക്കാം. പിന്നെ കുക്കിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഇനി നമുക്കിത് കുക്കിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്ത വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ എത്രയാണോ പാസ്ത എടുക്കുന്നത് അത് മുങ്ങിക്കിടക്കാൻ വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് ഓയിൽ, അത് ഒലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പാസ്ത ഇതാണ്, സോൾ ഫ്ലേവേഴ്സിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മോദികെയർ പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് 2.5 കപ്പ് പാസ്തയാണ്. ഇതൊന്ന് കഴുകിയെടുക്കണം നമുക്ക്. ഇത് കുക്ക് ചെയ്തിട്ടുള്ള വെള്ളം കുറച്ച് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഴുകിയിട്ടേ എടുക്കാവുള്ളൂ. പിന്നെ ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള പാസ്ത സോസ് ഒന്ന് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പാസ്ത സോസിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. മുട്ടയും വെളുത്തുള്ളി അരച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒലിവ് ഓയിലാച്ചാൽ കൂടുതൽ നല്ലത്. എന്നിട്ട് ഒന്നുകൂടി അടിച്ചതിന് ശേഷം 3 സ്ലൈസ് കുക്കുംബർ കൂടെ ചേർത്ത് ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം മാറ്റി വെക്കുക, കാരണം നമുക്ക് പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ പാസ്ത വെന്തിക്കണം നമുക്കൊന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇത് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാസ്തയുടെ വെള്ളം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1/2 കപ്പ് വെള്ളം മാറ്റി വെക്കുന്നുണ്ട്, സോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാസ്തയുടെ വെള്ളം ഇപ്പോൾ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രീമി പാസ്ത സോസ് റെഡിയായി. ഇനി പാസ്തക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക പാനിൽ. അപ്പോൾ ഇത് ഒലിവ് ഓയിലാച്ചാൽ കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി ജ്യൂസ് അടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഹീറ്റിലിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂണ് ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഇതുപോലത്തെ 2 സ്ലൈസ് ചീസ് ഇട്ടിട്ടുണ്ട്. ഏത് ചീസായാലും കുഴപ്പമില്ല, മോസറല്ല ചീസോ ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി പാസ്ത ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്നു കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ പാസ്ത മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാസ്ത സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം ബാക്കി വെക്കുമ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് മീത ഒഴിക്കാൻ മാറ്റി വെക്കുക. ഇത് നിങ്ങൾക്ക് നല്ലോണം ക്രീമി ആയിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ഒറിഗാനോ കഥ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത പാടന്നെ നമുക്ക് മാറ്റി വെക്കാം. അതെല്ലാം കുറച്ചുകൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് മാറ്റി വെച്ചാൽ മതി. ഇവിടെ ഇഷ്ടം ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും, കാരണം ഇതിൽ ഗാർലിക് സോസിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ആണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് പാസ്ത സോസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം.